നമസ്കാരം. കേരള മോഡൽ പ്രതിസന്ധി എന്ന എൻ്റെ പുസ്തകത്തിൻ്റെ പേജ് 4 പരിചയപ്പെടുത്തുകയാണ്. ഏതൊരു പൗരൻ്റെയും വ്യക്തിത്വ വികസനത്തിനും അവഗാഹത്തിനും എളുപ്പത്തിലുള്ള പഠനത്തിനും മാതൃഭാഷ ഏറെ സഹായകമാണ്. ഉൽപാദന മേഖലയായ കൃഷി, വ്യവസായം എന്നീ മേഖലകളിൽ വളരെ പിന്നോക്കം പോയിട്ടുള്ളതും ലോകവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയ ജനാവലി ഉപയോഗിക്കുന്നതുമായ മാതൃഭാഷയുള്ള കേരളീയനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ തന്നെ മറ്റു ചില പ്രദേശങ്ങളിലെ ഭാഷയെയും നിലനിൽപ്പിനായി ആശ്രയിക്കേണ്ടതായി വരുന്നു. ശാസ്ത്ര സാങ്കേതിക പദങ്ങൾ മലയാളീകരിക്കുക വഴി മലയാളിയെ മാതൃഭാഷയിലുള്ള പഠനത്തിൽ നിന്നും അകറ്റുകയാണ് ഉണ്ടായതെന്നും അത് വ്യാപകമായ ഇംഗ്ലീഷ് മീഡിയം പഠനത്തിലേക്ക് കേരളത്തിനെ നയിച്ചെന്നും പറയേണ്ടി വരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സിലബസിലുള്ള ശാസ്ത്ര സാങ്കേതിക പദങ്ങൾ പലതും ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള മറ്റു തര ഭാഷകളിൽ നിന്നും കടമെടുത്തതായിരുന്നു. കേരളത്തിൽ ഉപയോഗിച്ചിരുന്നതും പ്രചാരത്തിലിരുന്നതുമായ ശാസ്ത്ര സാങ്കേതിക പദങ്ങളെ മലയാളീകരിച്ച് മലയാളം മീഡിയമാക്കിയ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക വഴി അവൻ്റെ ഉന്നത പഠനവും വിദേശ പഠനവുമെല്ലാം ഭാഷാ സ്നേഹത്തിൻ്റെ പേരിൽ തടസ്സപ്പെട്ടു. പൊതുവിദ്യാലയങ്ങളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിൻ്റെ കാര്യം മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും ശാസ്ത്ര സാങ്കേതിക പദങ്ങൾ മലയാളീകരിച്ചുകൊണ്ടേയിരുന്നു. സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഭാരിച്ച പഠനഭാരം നൽകിയിട്ടും അങ്ങനെ കേരളീയന് സ്വീകാര്യമാരായി അവർ മാറി. കേരളത്തിലെ സ്കൂളുകളിൽ ഇംഗ്ലീഷ് ഭാഷാ മീഡിയമാക്കിയ ക്ലാസ്സുകൾ ആരംഭിച്ച പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതാണ് പിന്നീട് കേരളം ചെയ്തത്. ഇങ്ങനെ ഇംഗ്ലീഷ് ഭാഷ മീഡിയമാക്കിയ ക്ലാസ്സുകളിലെ കുട്ടികളുടെ തള്ളിക്കയറ്റം കേരളത്തിൻ്റെ മാതൃഭാഷയെയാണ് മരിക്കാനായി നമ്മൾ വിട്ടുകൊടുത്തത്. മാതൃഭാഷ ഭരിക്കുവാൻ അനുവദിക്കുന്നതോടുകൂടി സംസ്ഥാനത്തെ പൗരൻ്റെ വ്യക്തിത്വ വികസനം കൂടുതൽ ദുർഗ്രഹമാവുന്നു. മാതൃഭാഷ ഭരിക്കാൻ അനുവദിച്ചതോടുകൂടി സംസ്ഥാനത്തെ കുട്ടികൾക്ക് എളുപ്പത്തിലും അവഗാഹത്തിലുമുള്ള പഠനം ബാലികേറാമലയും ആയി മാറി. കേരളത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്കൂളുകളിൽ പഠനത്തിനായി ഉപയോഗിച്ചിരുന്നതും പ്രചാരത്തിലിരുന്നതുമായ ശാസ്ത്ര സാങ്കേതിക പദങ്ങൾ തിരികെ കൊണ്ടുവരുന്നതിൽ നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ അമാന്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കേരള സാമ്പത്തിക പ്രതിസന്ധി എന്ന പുസ്തകത്തിൻ്റെ 4-ാം പേജ് ഇവിടെ അവസാനിക്കുകയാണ്. പൊളയാത്തവർ പൊളയുക. നന്ദി.